ഒരു ഉപഭോക്താവിന് ഒരു ഷോപ്പിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അയാളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ല. എന്നാൽ സാധനം വാങ്ങിക്കുകയും വേണം. ഷോപ്പ് ഉടമയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണം. പെട്ടെന്ന് കാശ് തരാനില്ലാത്തവർക്കും വിൽക്കണം. എന്നാൽ അയാൾക്ക് കച്ചവടം നടക്കുകയും വേണം. ഇവിടെ രണ്ട് കൂട്ടർക്കും ഉപകാരമുള്ള ഒരു സംഗതിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇസ്ലാമിക ശരീഅത്ത് എല്ലാവർക്കും ഉപകാരമുള്ളതായാൽ മാത്രം പോരാ, അതിൽ ചില ഉപാധികൾ കൂടി പാലിക്കേണ്ടതുണ്ട്. അവിടെ രണ്ട് കൂട്ടരും സമ്മതിച്ചാലും തൃപ്തിപ്പെട്ടാലും ഇസ്ലാമായ ഇടപാടിനെ പലിശ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, വൻ പാപങ്ങളിലാണ്, കുറ്റകൃത്യങ്ങളിലാണ് പെടുത്തിയിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ EMI സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടെ മൂന്നാമതൊരു കക്ഷിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റി എങ്കിൽ ഞാൻ പലിശ കൊടുക്കേണ്ടി വരും. അങ്ങനെ പലിശ തരാൻ ഞാൻ റെഡിയാണ് എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷമാണ് ആ സംവിധാനം ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. വളരെ വ്യാപകമായ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ EMIയുമായി ബന്ധപ്പെട്ടിട്ട് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന പേരിൽ ഫുൾ ഫോമിലും അതിൻ്റെ ഷോർട്ട് ഫോമായ EMI എന്ന പേരിലും അറിയപ്പെടുന്ന ഈ സാമ്പത്തിക ഇടപാട് വളരെ വ്യാപകമായി നിലവിലാണ്. അതിൻ്റെ വിധിയെ സംബന്ധിച്ച് പലരും അന്വേഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ EMI ഉപയോഗിച്ച് സാധനം വാങ്ങിക്കുക, മൊബൈൽ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുക. ആ സംവിധാനത്തിലൂടെ വാങ്ങിക്കുക. ഇത് കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാവുക, റെഡി ക്യാഷ് കയ്യിലില്ലാത്ത ഒരാൾ ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് ഉദാഹരണമായിട്ട് ഒരു മൊബൈൽ വാങ്ങിക്കുന്നു, 10,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 25,000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കുന്നു. അയാൾ മാസം മാസം അതിന് തവണകളായി പണം അടച്ചു കൊടുക്കുന്നു. അത് 0 ഇൻട്രസ്റ്റ് പലിശ, 0 നിരക്ക് പലിശ, അഥവാ പലിശ ഇല്ലാത്ത, പലിശ വിമുക്തമായ ഇടപാടാണ് എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ EMI സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിന് ഒരു ഷോപ്പിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അയാളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ല. എന്നാൽ സാധനം വാങ്ങിക്കുകയും വേണം. കടയുടമയെ അല്ലെങ്കിൽ ഷോപ്പ് ഉടമയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉൽപ്പന്നങ്ങൾ അയാളുടെ കടയിലുള്ള ഷോപ്പിലുള്ള ഉപകരണങ്ങളും ഒക്കെ വിൽക്കണം. അത് പെട്ടെന്ന് കാശ് തരാനില്ലാത്തവർക്കും വിൽക്കണം. എന്നാൽ അയാൾക്ക് കച്ചവടം നടക്കുകയും വേണം. ഇവിടെ രണ്ട് കൂട്ടർക്കും ഉപകാരമുള്ള ഒരു സംഗതിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടർക്കും ഉപകാരമുണ്ട്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് എല്ലാവർക്കും ഉപകാരമുള്ളതായാൽ മാത്രം പോരാ, അതിൽ ചില ഉപാധികൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പലിശയെ സംബന്ധിച്ചും അങ്ങനെ തന്നെ പറയാം. രണ്ട് കൂട്ടർക്കും ഉപകാരമുണ്ട്. ഒരു കച്ചവടം ചെയ്യാൻ സമർത്ഥനായ ഒരു കച്ചവടക്കാരൻ, അയാൾക്ക് മുതൽ മുടക്കാനൊന്നും കയ്യിൽ കാശില്ല. അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരാളോട് കാശ് കടം വാങ്ങിക്കുന്നു. ഒരു 5 ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങിക്കുന്നു. അയാൾ 5 ലക്ഷം രൂപ കടം കൊടുക്കുന്നു. ഇയാൾ കച്ചവടം ചെയ്യുന്നു. കച്ചവടത്തിൽ അയാൾക്ക് 10 ലക്ഷം ലാഭം ഉണ്ടാകുന്നു. 5 ലക്ഷം എന്ന് 10 ലക്ഷം ആകുന്നു. ഈ 10 ലക്ഷം കിട്ടുന്ന ഒരാൾ ഒരു നിശ്ചിത സംഖ്യ അധികം ഈ കടം തന്ന ആൾക്ക് കൊടുക്കുന്നു. അയാൾക്കും മെച്ചം, ഇയാൾക്കും മെച്ചം. ഇങ്ങനെയാണ് പെട്ടെന്നുള്ള സംസാരത്തിൽ പലരും പറയുക. പക്ഷേ അവിടെ രണ്ട് കൂട്ടരും സമ്മതിച്ചാലും തൃപ്തിപ്പെട്ടാലും ഇസ്ലാമായ ഇടപാടിനെ പലിശ എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, വൻ പാപങ്ങളിലാണ്, കുറ്റകൃത്യങ്ങളിലാണ് പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പലിശ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും മാത്രമല്ല, അതിന് സാക്ഷി നിൽക്കുന്നവരും അത് എഴുതി വെക്കുന്നവരും എല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്നാണ് ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പലിശയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്ന രൂപത്തിലാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരസ്പര സംതൃപ്തിയും പരസ്പര പൊരുത്തവും ഒക്കെ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു ഇടപാട് സാധുവാവുകയില്ല. അത് ഹറാമല്ലാതെ ആവുകയും ഇല്ല. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ EMI സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടെ മൂന്നാമതൊരു കക്ഷിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൂന്നാമതൊരു കക്ഷി, ഉദാഹരണമായിട്ട് ബജാജ് പോലുള്ള കമ്പനികളുണ്ട്. അവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? എനിക്കൊരു മൊബൈൽ വാങ്ങിക്കാൻ റെഡി കാശ് കയ്യിലില്ലെങ്കിൽ ഞാൻ മൊബൈൽ ഷോപ്പിൽ ചെന്നുകൊണ്ട് ഈ മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഇവരെനിക്കൊരു ഓഫർ തരികയാണ്. നിങ്ങളുടെ അടുത്ത് കാശില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ കൊടുക്കേണ്ട പൈസ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾക്ക് വേണ്ടി കടം എന്ന നിലക്ക് ഞങ്ങൾ കൊടുത്തോളാം. ഇങ്ങനെ പറയുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ രൂപം വിശദീകരിക്കാൻ വേണ്ടി പറയാം, വ്യക്തമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഫുൾ പേയ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ വില അത് പൂർണ്ണമായി അപ്പോൾ തന്നെ കടക്കാരന് നൽകുന്നു. പിന്നെ ഞാനും ഈ സാമ്പത്തികമായി സഹായിച്ച ബജാജ് കമ്പനി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ അങ്ങനെ, അവരുമായിട്ടാണ് ഇടപാട്. ഇവിടെയുള്ള ഇടപാട് ഞങ്ങളത് അവസാനിച്ചു.
കടയിൽ ഇനി ഞാൻ കാശ് കൊടുക്കേണ്ടതില്ല, സാധനം ഞാൻ വാങ്ങി കൈപ്പറ്റും ചെയ്ത്, പിന്നെ ഞാൻ കാശ് അടച്ചു കൊടുക്കേണ്ടത്. ഈ അടക്കുന്നത് ചിലപ്പോൾ ഈ വാങ്ങിച്ച കടയിൽ തന്നെയുള്ള സംവിധാനത്തിലൂടെയും വേറെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയി, ഏത് രൂപത്തിലായാലും യഥാർത്ഥത്തിൽ അവിടെ ഞാൻ കാശ് കടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പലിശ വിമുക്തമായി എന്നാണെങ്കിലും എഗ്രിമെൻറ്റിലുള്ളത് എന്താ? ഈ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം ഈ തവണകളായി അടക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തത്, അതിൽ വാഗ്ദാന ലംഘനമുണ്ടായി, ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റി, അടവ് തെറ്റി എങ്കിൽ ഞാൻ പലിശ കൊടുക്കേണ്ടി വരും. അങ്ങനെ പലിശ തരാൻ ഞാൻ റെഡിയാണ് എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷമാണ് ആ സംവിധാനം ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ അടവ് തെറ്റുന്നുവോ അപ്പോൾ പലിശ അധികം തുക അടക്കേണ്ടി വരും എന്ന വ്യവസ്ഥയോടുകൂടിയുള്ള ഇടപാട് ഇസ്ലാം വിലക്കിയതാണ്. അവിടെ അപ്പോഴാണോ ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റുന്നത്, അടവ് തെറ്റുന്നത്, അപ്പോൾ മാത്രമേ പലിശ കടന്നു വരുന്നുള്ളൂ. അത് ശരിയാണ്. അപ്പോൾ പലിശ വാങ്ങി കൊടുത്തു എന്നത് ചിലപ്പോൾ കൃത്യമായി ഇൻസ്റ്റാൾമെൻറ്റ് തവണകൾ തെറ്റാതെ അടക്കുന്ന ആൾക്ക് ഇപ്പോൾ പലിശ കൊടുക്കേണ്ടി വരില്ല. ഈ വസ്തുവിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ വില മാത്രമായിരിക്കും കൊടുക്കേണ്ടി വരിക. അത് ശരിയാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ പലിശ വാങ്ങിയെന്നോ പലിശ കൊടുത്തു എന്നോ പറയാൻ ഒരു പക്ഷേ പഴുതുണ്ടാവുകയില്ല, അക്കാര്യം ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഇടപാട് സാധുവല്ല. കാരണം അടവ് തെറ്റിയാൽ പലിശ തരാം എന്ന എഗ്രിമെൻറ്റോട് കൂടിയാണ് ഈ ഇടപാട് നടക്കുന്നത്. ഇപ്പം ഞാനൊരാളോട് കടം വാങ്ങിച്ചപ്പോൾ കടം തന്ന ആൾ എനിക്ക് പറയുന്ന നിബന്ധന 1 മാസത്തിൻ്റെ ഉള്ളിൽ തരണം. 1 മാസം കഴിഞ്ഞാൽ ഓരോ ദിവസം വൈകുമ്പോഴും 100 രൂപ വീതം ഫൈൻ ഉണ്ടാകും, അയാൾ 100 രൂപ അധികം തരണം എന്ന വ്യവസ്ഥയോട് കൂടിയാണെങ്കിൽ ആ കടം വാങ്ങിക്കുന്നതും ഹറാമാണ്, കടം അങ്ങനെ തരുന്നതും ഹറാമാണ്. അപ്പോൾ ആ ഇടപാട് ആ അർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാം നിഷിദ്ധമാക്കിയ പലിശയിൽപ്പെടും. ഈ കാര്യം പലരും അറിയുന്നില്ല, പലർക്കും ഇതേക്കുറിച്ച് മനസ്സിലായിട്ടുമില്ല. അതുകൊണ്ടാണ് ഇവിടെ 0 ഇൻട്രസ്റ്റ് അല്ലേ, ഒരു 0% പലിശയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാൻ കാരണം ഈ ഇടപാടിൻ്റെ യഥാർത്ഥ രൂപം അവർക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ചുരുക്കി പറയുവാനുള്ളത്.